ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കോളിഫ്ലവറാണ് പൊരിക്കാൻ പോകുന്നത്. എൻ്റെ പൊന്നു മക്കളേ, അപ്പോൾ അരിപ്പൊടി ഇട്ടിട്ട് അപ്പോൾ കുറച്ച് ക്രിസ്പി ആവും കേട്ടോ. കോളിഫ്ലവർ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പിന്നെ തിളപ്പിച്ചെടുത്ത് മഞ്ഞളിട്ടിട്ട് കഴുകി വാരി വെച്ച് പിന്നെ നമ്മൾ മഞ്ഞൾ, മുളക്, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി ഇട്ടിട്ട് ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യാം കേട്ടോ. വിനിഗർ, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്. ഇനി നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അതൊരു കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ പൊന്നു മക്കളെ, ഇറച്ചി ചിക്കൻ പൊരിച്ച മാതിരി നമുക്കൊന്നൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടാ. എണ്ണ നല്ല ചൂടായിരിക്കുകയാണ്, ഹൈ ഫ്ലെയിമിലാണ് എണ്ണ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണ ഇവിടെ അധികം കളറില്ല, സുലാർമാരെ ഓരോന്നിങ്ങനെ ഇട്ടെടുക്കുക, ഫ്രൈ ചെയ്യുക. അപ്പോൾ മേടിയയിലാക്കിക്കോളും, നല്ല അങ്ങോട്ട് ആവി പൊന്തിക്കോളും. അരിപ്പൊടി ആവണം നല്ല ക്രിസ്പി ആയി കിട്ടും. മറ്റേ മൈദ ആകുമ്പോൾ കുഴയും ചെയ്യും. മൈദ നമുക്ക് ശരീരത്തിൽ നല്ലതൊന്നുമല്ല. അരിപ്പൊടി ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ, ധൈര്യമായിട്ട് വയറും വേടിക്കില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ, അത് ഭയങ്കര കളറായിട്ട് കാണുന്നത്. ഇവിടേക്ക് അങ്ങോട്ട് ലൈറ്റ് കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓയിലുണ്ടായിരുന്നു, അതിൽക്കൂടെ വെളിച്ചെണ്ണ അറിഞ്ഞപ്പോൾ പതക്കാണ്. ഇപ്പം നെയ്ച്ചോർക്ക് ഒരു ചിക്കൻ കറി കഴിഞ്ഞിരിക്കണം കേട്ടോ. അന്ന് ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ ബാക്കി കറി ഉണ്ടായിരുന്നു. അത് ഇന്ന് ഉച്ചക്ക് കൂട്ടിയപ്പോൾ കഴിഞ്ഞ്. അപ്പം നമ്മൾ നല്ലോണം വേവിച്ചെടുക്കാം. അപ്പോൾ പൊന്നു മക്കളെ, ഗോൾഡൻ ബ്രൗൺ കളറായ മാറ്റണം. ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ ചിക്കൻ മസാല ഒരു കുപ്പിയുടെ ബോട്ടിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അടച്ച് വെക്കാം. നല്ലത് മൊരിഞ്ഞ് വന്നോട്ടെ കേട്ടോ. ഭക്ഷണമൊക്കെ അപ്പോൾ കോളിഫ്ലവറൊക്കെ പൊരിച്ചു മക്കളെ. അപ്പം നമ്മൾ ഭക്ഷണത്തിന് കഴിക്കാനിരിക്കുക. കോളിഫ്ലവർ പൊരിച്ചതുണ്ട്, നെയ്ച്ചോറുണ്ട്, പപ്പടം പൊരിച്ചതുണ്ട്, അച്ചാറ് മാങ്ങച്ചാറുണ്ട്, സാലഡ് നമ്മുടെ ഉള്ളി സുറുക്കുണ്ട്. പപ്പടം തുമ്മിലേക്ക് വയ്ക്കാം, എന്നിട്ട് കോളിഫ്ലവർ ഇട്ടിട്ട് കഴിക്കാം. എന്നാൽ കോളിഫ്ലവർ നല്ല ചിക്കൻ ഫ്രൈ ചെയ്ത മാതിരി ചെയ്തിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി ആവുകൊണ്ട് നല്ല ക്രിസ്പി ഉണ്ട്, മുരിഞ്ഞിട്ട്. അപ്പോൾ കറിയൊന്നുമില്ല. അപ്പോൾ നെയ്ച്ചോർക്ക് എന്തെങ്കിലും ചിക്കൻ ഇല്ലല്ലോ, ചിക്കൻ ഇല്ലെങ്കിൽ ഇപ്പോൾ ചോറിറങ്ങുന്നുള്ള പാട്ടിൽ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അച്ചാർ കൂട്ടി ഉള്ളി കൂട്ടി ഒരു കുഴച്ചാൽ മതി പൊന്നു മക്കളെ. ചിക്കൻ കാലാണ് വിചാരിച്ചിട്ട് ഇതങ്ങോട്ട് കഴിച്ചാൽ മതി നമ്മുടെ കോളിഫ്ലവർ. അപ്പോൾ ചിക്കൻ പൊരിച്ചതുപോലെ തന്നെ കോൺഫ്ലവർ പൊടിയല്ല ചെയ്തത്, അരിപ്പൊടി നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളി. ഇനി ഇതിലൊരു പപ്പടപ്പൊട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, കഴിച്ചാണല്ലോ സ്വർഗമാ സൗഖ്യം സുലേർമ. ചിക്കൻ്റെ കാലായ നമ്മളെ കോളിഫ്ലവറിനെയും കൂട്ടിയിട്ടൊരു കഴിക്കും.
അങ്ങനെ നല്ല ഉണ്ടായി കൊക്കിക്കൊട അരിപ്പൊടി നമ്മൾ ഇതാക്കിയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇത് കിട്ടും. നേരെ മറ്റ് മൈദ ആകുമ്പോൾ കുഴഞ്ഞു പോവും. അവിടെ പപ്പടം പൊരിച്ചു വിടാം. ഞങ്ങൾ പാട്ടൊക്കെ പാടി, ഞാനും ഷാനും, പിന്നെ ഷാനു ഷമീർ, ഷാനു പറഞ്ഞാൽ അറിയാം. അപ്പോളേ ഷാനുവിനെ ചോദിച്ചപ്പോൾ ഷാനുവിനെ കാണിച്ചതിനൊക്കെ ലൈവിൽ ഞാനും ഷാനും വന്നില്ലേ, അതാണ് ഞങ്ങൾ രണ്ടും. ഞങ്ങളെല്ലാവരും ഒരുമിച്ചനെ കലപ്പോഴും പാട്ട് പഠിച്ചും ഡാൻസ് കളിച്ചിട്ടൊക്കെ. കല്യാണ വീഡിയോ വരുന്നുള്ളൂ. സപ്പൂസിനെ കൊണ്ടൊരു പാട്ട് പഠിച്ചാൽ മോണ്ടായിരുന്നു. നിസാറിനെ കൊണ്ട് ഓൾക്ക് റീച്ചൊന്നും കുറവാണ്. റീച്ചില്ലാത്തവരൊക്കെ റീച്ച് ഉണ്ടാക്കുന്ന പരിപാടിയല്ല എൻ്റെ എത്തും, പാവങ്ങളെ സഹായിക്കാനും. അതൊക്കെ തന്നെ എൻ്റെ സെലൂഗുച്ചൻ വളപുരത്തിൻ്റെ ഒന്നാമത്തെ മെയിൻ. അത് ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുന്നല്ലാതെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെറുത്തൊന്നും ആക്കൂല കേട്ടോ, അത് കൊടുക്കും. ഒരാൾ കൈയാട്ടി വന്നാൽ കൊടുക്കാതെ തിരിച്ചയക്കൂല. അല്ലെങ്കിൽ വല്ല ചോറോ കൂട്ടാനായാലും കൊടുത്തു, ചോറോ കഞ്ഞി എന്തെങ്കിലും കൊടുത്തുവിടും. നിങ്ങളാണ് എന്നാലും പട്ടിണിപ്പാവായിട്ട് കിടക്കരുതോ, ഉള്ള കൊടുക്കുക. മടങ്ങി പറഞ്ഞേക്കാതെ 10 ഉറുപ്പ്യ ആണെങ്കിൽ 10 ഉറുപ്പ്യ കൊടുക്കുക, 20 ഉറുപ്പ്യ ആണെങ്കിൽ 20 ഉറുപ്പ്യ കൊടുക്കുക. ഇപ്പം എല്ലാവരും വിസരിച്ചാലും പറ്റില്ല ഇപ്പോൾ കാലത്ത്. ആൾക്ക് എന്താ പറ്റും അത് പേടിയാണ്. നിശ്ചയിച്ച കഴിച്ചിന് കാലാപ്പത്തെ കാലം. സൂക്ഷിച്ചും കണ്ടു നിന്നില്ലെങ്കിൽ സൂക്ഷിച്ചാൽ തൊക്കിക്കേണ്ട. അപ്പം നമ്മൾ ഇതാ നൊങ്കുണ്ട്, മുന്തിരി ഉണ്ട്, മാങ്കോ ഉണ്ട്. അപ്പം നമുക്ക് നൊങ്ക് എന്ന് പറഞ്ഞാൽ പണ്ട ഞങ്ങളെ വീട്ടിലെ കരിമ്പന തേങ്ങ ഉണ്ട് കേട്ടോ, അതാണ് കരിമ്പന തേങ്ങ, അതിൻ്റെതാണ്. നല്ല സൂപ്പറായി കഴിച്ചോട്ടെ കേട്ടോ. സൂപ്പർ. നൊങ്ക് കഴിച്ചോളൂന്ന് കമൻറ്റിടോ. ഈ ചൂടത്ത് ഫ്രീസറിൽ കൊണ്ട് വെച്ചിട്ട് പൊന്നു മക്കളെ. തണുപ്പുണ്ടോ. ഇതാ നമ്മളെ മാങ്കോ, നീലമാങ്ങ നല്ല രസമുണ്ടല്ലേ, നല്ല കുട്ടപ്പനാണ്, നല്ല അടിപൊളിയാണ്. കഴിച്ചാലാ ഇപ്പോൾ ഇതാ റെഡ് മുന്തിരി, നല്ല ബ്ലഡ് ഉണ്ടാവാൻ പറ്റിയ മുന്തിരിയാണ്. ഇതൊന്ന് കഴിച്ചാലോ, നമുക്ക് വേണം മക്കളെ. ഉള്ളു വെള്ള വൈറ്റ് കളർ. എഴുമടി ഓർഞ്ഞ നാളെ നമുക്ക് പിന്നെ കట్టుకోട്ടെ. എപ്പോഴാ പോകുമ്പോ എന്താ പോയി പാടാ എവിടെ പോയിട്ട് എന്തൊക്കെ അങ്ങനെ പറഞ്ഞത് പോയി പറഞ്ഞു തരും, ഞങ്ങൾ പറഞ്ഞു തരും.
സാർ പറഞ്ഞ എന്നാ മേങ്ങൻ്റെ ഫേവററ്റ് ഞങ്ങൾക്ക് പറഞ്ഞ എന്നാ എന്താണ് ആര് വിളിച്ച് മരുന്ന് കൊടുത്തിട്ടില്ലല്ലോ, വെളുത്തുമാനിക്കാരെ വിളിച്ചിട്ടില്ലോ. അതല്ല കല്യാണം എന്നാണ് എന്നോട് പറഞ്ഞു. വിട്ടിട്ടില്ലയോ കല്യാണം പറയാം, കല്യാണം പറയാൻ വിളിച്ചിട്ടെ ഓണം കൊന്നാണെന്നൊക്കെ പറഞ്ഞത് അതേ പറഞ്ഞു. ആ വിളിച്ചേക്കാൻ മുർഷിമോനെ നല്ല മിസ് ചെയ്ത് കുറേ കിടട്ടു. മെസ്സേജൊന്നും എടുക്കില്ല മുർഷിമോനെ മിസ് ചെയ്യുന്നുണ്ട് പറയാം. മിസ് ചെയ്യുന്നുണ്ട് കാണാൻ പുതിയ കൊടുന്നു. നല്ല തണുപ്പുണ്ട്. വീസർ കൊണ്ടുവച്ചിട്ട് കാറ്റ് കോച്ച കൈ കോച്ച തണുപ്പിട്ടുണ്ട്. കഴിച്ചോളി. അത്ര പുളിയൊന്നുമില്ല. എത്ര ഉള്ളിയായി ആ മാങ്ങേണ്ടത് നീലമാങ്ങല്ല അവിടെ നല്ല അതിൻ്റെ രസം എന്താ അത് വേറെ ഇത് എന്തൊക്കെ വാങ്ങി നീലമാങ്ങ നല്ല വാങ്ങിച്ചിട്ടുണ്ടൊക്കെ നല്ല മധുരമുണ്ടല്ലോ. ഒന്നോക്കാം നല്ല മധുരമുണ്ട്. എന്തിനാ കുറ്റം പറയാത്തത്? മാങ്ങ പൗത്ത മാങ്ങകൾ പിന്നെ പൊപ്പിച്ച പുളിയില്ല, നല്ല പൗത്ത. ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക. ഇതേ മക്കളെ കരിമ്പൻ തേങ്ങ, ഞങ്ങളുടെ നാട്ടിൽ കരിമ്പൻ തേങ്ങ എന്ന് പറയും. ഇപ്പം നൊങ്ക് 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 പല പേരും അതിന് പറയും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു, അസ്സലാമു അലൈക്കും. തണുത്തൊന്നുമില്ല, ഫ്രീസറിലാണ് കൊണ്ടുവച്ചിരിക്കണം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചോള്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു, അസ്സലാമു അലൈക്കും, ഗുഡ് നൈറ്റ്, ബൈ.